കേരളത്തെക്കുറിച്ച് പലരും പറയാറുണ്ട്. കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് മഹാകവി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്രയിലൊരു മന്ത്രി പറഞ്ഞിരിക്കുന്നു കേരളം ഒരു മിനി പാകിസ്ഥാനാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രി മറ്റൊരു സംസ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഫിഷറീസ് മന്ത്രി നിതേഷ് റാണെ. നിതേഷ് റാണെ എന്ന് പറയുന്നത് മുമ്പത്തെ മുഖ്യമന്ത്രി നാരായൺ റാണയുടെ മകനാണ്. BJP കാരനായിരിക്കും. അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളം മിനി പാകിസ്ഥാനാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ഭീകരരുടെ വോട്ടോട് കൂടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭീകരരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരുടെ വോട്ട് കോൺഗ്രസ് വാങ്ങിക്കുന്നുണ്ട്. ഇസ്ലാമിക ജിഹാദിസ്റ്റുകളുടെ വോട്ട് കോൺഗ്രസ് വാങ്ങിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രസ്താവന. കേരളത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളെക്കാൾ കൂടുതലൊക്കെ അവിടെ നിന്ന് വന്ന് അവിടെ കോളിളക്കം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ പുനെയിലെ പുരന്ദർ താലൂക്ക് അവിടുത്തെ ഒരു സമ്മേളനത്തിലാണ് ഇത് പറഞ്ഞത്. കേരളം മിനി പാകിസ്ഥാന് ഇവരെ രണ്ടുപേരെ അവിടെ നിന്ന് എടുക്കുന്നു, എല്ലാ ഭീകരരും അവർക്ക് ആണ് വോട്ട് ചെയ്യുന്നത്. ഇതാണ് സത്യം. അവർ MP-മാരായിരിക്കുന്നത് അവരുടെ കൂടെ ഭീകരർ ഉള്ളത് കൊണ്ടാണ്. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മഹാവികാസ് അഘാടി പ്രതിപക്ഷം അവർ ബഹളം ഉണ്ടാക്കിയിരിക്കുന്നു. ഉദ്ധവ് താക്കറയുടെ ശിവസേനയുടെ നേതാവ് ആനന്ദ് ദുബെ പറഞ്ഞിട്ടുണ്ട് BJP നേതാക്കൾക്ക് വലിയ സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി 1 ലക്ഷം വോട്ടിനെ ജയിച്ചിട്ടുള്ളൂ. അവർക്ക് അതുകൊണ്ട് പ്രിയങ്ക വാദ്രയ്ക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയല്ലോ, അതിൻ്റെ ഒരു സങ്കടം മാറിയിട്ടില്ല അവർക്ക്. മോദിക്ക് ഇത്രയും കുറഞ്ഞ വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നിർഭാഗ്യകരമാണ്. ഈ നിതേഷ് റാണെ പറഞ്ഞിരിക്കുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. അവർ കേരളം പാകിസ്ഥാനെ പോലെ ആകുന്നു എന്നാണ് കരുതുന്നതെങ്കിൽ അവിടെ ഗവർണറെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? കേന്ദ്രമാണല്ലോ. ഗവർണർ അങ്ങനത്തെ ഒരു ഭീകരത അവിടെ ഉണ്ടെങ്കിൽ ഈ കാര്യം അമിത്ഷായ്ക്കോ മറ്റോ ഒക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അല്ല, അത് ഒന്നും പറയാൻ പറ്റില്ല. അതിഭീകരാവസ്ഥ ഉള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ പോലും ഗവർണർ പലതവണ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഒരു സംസ്ഥാന സർക്കാരിനെ പോലും പിരിച്ചുവിട്ടിട്ടില്ല. ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാരൊക്കെ ഡസൻ കണക്കിന് സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി എന്താണെന്ന് വെച്ചാൽ ഒരു തവണ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആർട്ടിക്കിൾ 356 കോൺഗ്രസ് ഇതര സർക്കാരുകളെ മുഴുവൻ പിരിച്ചുവിട്ടു. അതാണ് ഡസൻ കണക്കിന് പിരിച്ചുവിട്ടിട്ടുണ്ട്. രാജീവിനോടുള്ള ബഹുമാനം കൊണ്ടേ രാജീവ് ഗാന്ധി വരെ, നരസിംഹറാവുവിൻ്റെ കാലത്ത്, ഇന്ദിരയുടെ കാലത്ത്, നെഹ്റുവിൻ്റെ കാലത്തൊക്കെ ഭരണഘടനയെ മാനിച്ച് അത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഭരണഘടനയിലുള്ള വ്യവസ്ഥയാണ് പിരിച്ചുവിടാനുള്ള വകുപ്പ്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഭരണഘടനയോട് ഒരു സ്നേഹവും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. സ്നേഹം ഉണ്ടെങ്കിൽ ആ വകുപ്പെടുത്ത് ഇവർ ചെയ്ത പോലെ ഒരെണ്ണമെങ്കിലും പിരിച്ചുവിടണ്ടായിരുന്നോ? 1957 വന്ന EMS സർക്കാരിനെ 1959 ജൂലൈയിൽ പിരിച്ചുവിടുമ്പോഴും 356 ഉപയോഗിക്കുന്നത്. അതെ, അതുപയോഗിച്ച് കോൺഗ്രസിനെ എല്ലാ കാര്യത്തിലും ഇപ്പൊ CPM പിന്തുണയ്ക്കുന്നുണ്ട്. EMSനെ പിരിച്ചുവിട്ടെങ്കിൽ ഞാൻ പറഞ്ഞേ, EMSഉം ഈ നരസിംഹറാവു വരെയുള്ള, മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരെല്ലാം ഭരണഘടനയെ സ്നേഹിക്കുന്നവരായിരുന്നു, ഭരണഘടനയെ മാനിക്കുന്നവരായിരുന്നു. ഭരണഘടനയിലെ ഈ വ്യവസ്ഥ പ്രകാരം തങ്ങൾക്ക് താല്പര്യമില്ലാത്ത സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. മോദി എന്താ ചെയ്യാത്തത്? അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് മോദിക്ക് ഭരണഘടനയോട് ബഹുമാനം ഇല്ലെന്ന്. അതാണ്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലും കേരളത്തിലുമൊക്കെ മന്ത്രിസഭകൾ നിന്നു പോകുന്നു. അതെ, അപ്പം മോദിക്ക് ഭരണഘടനയുടെ ബഹുമാനമില്ല. ഉണ്ടെങ്കിൽ അതിലെ വകുപ്പ് പ്രയോഗിക്കില്ലായിരുന്നോ? ബംഗാളിലെങ്കിലും പ്രയോഗിക്കില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭരണഘടനയിൽ തന്നെ ഉള്ള വകുപ്പ് അനുസരിച്ചിട്ടല്ലേ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അതെ, അതും വേണം ചെയ്യാവുന്നതാണ്. അതും ചെയ്യാൻ പാടില്ല, ചെയ്യാവുന്നതാണ്. ഭരണഘടനാ ഭേദഗതികൾ എത്രണ്ണം കൊണ്ടുവന്നു? ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കണം. നെഹ്റു 1951 തന്നെ ഭരണഘടന ഭേദഗതി ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യം, അതാണ് അതിലാണ് ഭേദഗതി. ഞങ്ങളുടെ പ്രധാനമന്ത്രിമാർ ചെയ്തതുപോലെ ഒന്നും മോദി ചെയ്യുന്നില്ല. എന്താണ് ഇവരുടെ പരാതി? നമുക്കും ഉണ്ടാ പരാതി. കോൺഗ്രസിന്റെ വക്താവ് അതുൽ ലോന്തേ പാട്ടീൽ നരേന്ദ്രമോദിക്കും മഹാരാഷ്ട്ര CM ഫട്നാവിസിനുമെതിരെ ഇത് കേട്ടിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട്. ഈ റാണയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് കോൺഗ്രസിന്റെ വക്താവ് അതുൽ ലോന്തേ പാട്ടീൽ
ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പം റാണെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് എന്ത് പുലിവാല്? എന്നാണ് പറയുന്നത്. എന്ത് പുലിവാല്? ഇതിപ്പോൾ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയില്ലേ, ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ഇതേക്കുറിച്ചൊന്നും പറയണ്ട. ബംഗ്ലാദേശിലെ സംഭവത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനും CPM-നും വോട്ട് കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ ചാനലുകളിലൊക്കെ വന്ന് പറയുന്നുണ്ട് എനിക്കിത് കിട്ടിയെന്ന് മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് വട്ടിയൂർക്കാവില്. അത് അവിടെ നിൽക്കട്ടെ സാർ. ഞാൻ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മതേതരത്വം പറയുന്നു, ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സെക്കുലറിസം വേണമെന്ന് പറയുന്നു, തിരഞ്ഞെടുപ്പുകൾ സുതാര്യമായിരിക്കണമെന്ന് പറയുന്നു. ഇതേ ജമാഅത്തെ ഇസ്ലാമി ഒരു ആഗോള സംഘടനയാണല്ലോ. കേരളത്തിൽ മാത്രമുള്ളതല്ലോ, ഇന്ത്യയിൽ മാത്രമുള്ളതല്ലോ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നു എന്ന് അവരവകാശപ്പെടുന്ന, എല്ലാ രാജ്യങ്ങളിലും ഇല്ല, കുറേ ഇസ്ലാമിക രാജ്യങ്ങളിലെങ്കിലും പ്രവർത്തിക്കുന്നു എന്ന് അവരവകാശപ്പെടുന്ന സംഘടനയാണ്. ബംഗ്ലാദേശിലെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് അഭിപ്രായം? തള്ളി പറയുന്നുണ്ടോ? അത് ജമാഅത്തെ ഇസ്ലാമി അല്ല എന്ന് പറയുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ രീതികൾ ഇങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവരുടെ ചാനലിൽ ബംഗ്ലാദേശിനെ തള്ളി പറയുന്നില്ലല്ലോ, ബംഗ്ലാദേശിൽ നടക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നില്ല. അവർ പണ്ട് കശ്മീരിൽ ഭീകരത നടമാടിയിരുന്നപ്പോൾ പോരാളികൾ അതിനെ തള്ളി പറഞ്ഞില്ലല്ലോ, സ്വാതന്ത്ര്യ സമരം പറഞ്ഞു. അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മതേതരത്വം പറയും, ജനാധിപത്യം പറയും, ഇലക്ഷൻ്റെ സുതാര്യതയെക്കുറിച്ച് പറയും, അവരുടെ ചാനൽ ചർച്ച ചെയ്യും, പത്രം എഴുതും. കാരണം ഇന്ത്യയിൽ അവർ ഭൂരിപക്ഷം ആയിട്ടില്ല. അവർക്ക് ഭൂരിപക്ഷം ആകുമ്പോൾ ബംഗ്ലാദേശിൽ എന്തൊക്കെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്തെല്ലാം കാണിക്കുന്നു അതെല്ലാം അവരിവിടെയും കാണിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഞങ്ങൾ നയം മാറ്റി, മൗദൂദിയുടെ നയം അല്ല ഇപ്പോൾ ഞങ്ങളിപ്പോൾ രാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം അതിനല്ലേ തക്കിയാന്ന് പറയുന്നത്. അതെ, തക്കിയാന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് ഭാവിക്കുക. അവർക്ക് അവരുടെ തനിനിറം പുറത്ത് കാട്ടാൻ അവസരം കിട്ടുന്നത് വരെ, അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ചേരയാണ് എന്ന് പറയുക. പാമ്പിനെ പോലെ തോന്നും, ബട്ട് വി ആർ ചേരാസ് എന്ന് പറയുക. വെൻ വി വിൽ ബിക്കേം മൂർഖൻസ് എപ്പോഴാണ്? ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളത്. ചേര സാമ്രാജ്യം എന്ന് പറഞ്ഞൊന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. ചേര സാമ്രാജ്യം. അതെ. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ ഈ റാണെ പറഞ്ഞിരിക്കുന്നത് കഴമ്പുള്ള വർത്താനല്ലേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമി, SDP ഇങ്ങനെ സകല പ്രസ്ഥാനം. പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ആദ്യം പ്രകടനം SDP ആണ്. തൃശ്ശൂർ ഇനി ഇവിടെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വലിയ തോതിൽ പ്രചാരണം നടത്തി SDP ആണ്. SDP-യുടെ അമീർ എണ്ണി പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുമായി CPM എവിടെയൊക്കെ എന്തൊക്കെ തരത്തിൽ യോജിച്ചിട്ടുണ്ട്. എന്തിന് സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ സിക്കാറിൽ നിന്നുള്ള MP-യുടെ കൂടെ ഇരിക്കുന്ന, രാജസ്ഥാനിലെ സിക്കാറിൽ നിന്നുള്ള MP-യുടെ കൂടെ ഇരിക്കുന്ന ചിത്രം വരെ അവർ പ്രസിദ്ധീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചു. ഇത് CPM-ഉം തക്കിയാണ് കളിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരാണ്, പുറത്തോട്ടിറങ്ങിയാൽ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളയിലാണ്. ഇപ്പോൾ പിണറായി വിജയനും കൂട്ടരും CPM-ഉം പറയുന്നത് മുസ്ലിം ലീഗ് വർഗീയ സംഘടനയാണെന്നാണ്. മുസ്ലിം ലീഗിൻ്റെ കൂടി സ്ഥാനാർത്ഥിയാണല്ലോ രാഹുലും പ്രിയങ്കയും. അങ്ങനെയാണെങ്കിൽ ഈ മിനി പാകിസ്ഥാൻ എന്ന് റാണെ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഭീകര വോട്ട് മേടിച്ചിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റാണെ പറഞ്ഞത് ശരിയാണെന്നല്ലേ CPM നയം വരേണ്ടത്? മുസ്ലിം ലീഗ് പറഞ്ഞല്ലോ കേരളത്തിലെ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ടുകൾ, മതമൗലികവാദികളുടെ വോട്ടുകൾ മുഴുവൻ കിട്ടിയത് പ്രിയങ്ക ഗാന്ധിക്ക് അന്ന് ഗോവിന്ദൻ പറഞ്ഞു, വിജയരാഘവൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞല്ലോ, ശ്രീമതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിനി പാകിസ്ഥാൻ എന്നുള്ള ഈ റാണയുടെ അഭിപ്രായം ശരിയാണെന്ന് പറയേണ്ടി വരും. ഗോവിന്ദനും വിജയരാഘവനും ശ്രീമതിയും പിന്നെ നമ്മുടെ LDF കണ്ണൂർ രാമകൃഷ്ണനും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. അതിന് മിനി പാകിസ്ഥാൻ എന്നുള്ള പേര് ഇട്ടു എന്ന് മാത്രമേ റാണ ചെയ്തിട്ടുള്ളൂ. അവർ പറഞ്ഞ അതേ കാര്യത്തെ അത് വിവരിച്ചിട്ട് അതുകൊണ്ട് ഇറ്റ് ഈസ് മിനി പാകിസ്ഥാൻ എന്നാ പറഞ്ഞത്. അതിനകത്ത് എന്താ തെറ്റ്? CPM പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ്സുകാർ പറയുന്നത്, അല്ലെങ്കിൽ മീഡിയ വൺ പറയുന്നത്, ശത്രുക്കൾക്ക് അടിക്കാൻ ഒരു വടിയുണ്ടാക്കി കൊടുത്തു CPM എന്നാണ് പറയുന്നത്. അപ്പോൾ വടി എടുത്തു കൊടുത്തതാണ് പ്രശ്നം. വടി അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ഉള്ളത് പറയാൻ പാടില്ല, അതും തക്കിയാണ്, ഉള്ളത് പറയാതിരിക്കുക എന്നുള്ളത്. കാരണം കേരളത്തിൽ തന്നെ ഈ
വലിയ സംഖ്യ ഈ മുസ്ലിങ്ങളുണ്ടല്ലോ, 32% ആയതായിട്ടൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം വലിയ ഒരു ജനക്കൂട്ടം, കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമാണ്. ന്യൂനപക്ഷം എന്ന പേരുള്ള ഭൂരിപക്ഷ സമുദായമാണ് മുസ്ലിങ്ങൾ. അതെ, പല സ്ഥലത്തും ആളുകളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ആളുകളൊക്കെയാണ്. അതുകൊണ്ട് ഈ മുമ്പ് തന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ രാമനാഥപുരത്ത് ജയിപ്പിക്കാം, എന്നെ വയനാട്ടിൽ ജയിപ്പിച്ചു തന്നാലെന്ന് രാഹുൽ ലീഗിന് വാഗ്ദാനം കൊടുത്തതായിട്ടൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ ഇവർ തമ്മിലുണ്ട്. പിന്നെ റാണെ പറയുന്നത് ഈ ഭീകര വോട്ട് കിട്ടിയിട്ടുണ്ട്, ഭീകരരുടെ കൂടെ നടന്നിട്ടാണ് ഇവർ വന്നിരിക്കുന്നതെന്നാണ്. ഒരു പക്ഷേ അത് തെളിയിക്കുന്നതായിരിക്കണം പ്രിയങ്ക വഹിച്ച ആ പലസ്തീൻ ബാഗ്. അതെ അതെ, ഏതായാലും പലരും വിളിച്ചു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് മഹാരാഷ്ട്രയിലെ മന്ത്രി പറഞ്ഞത്. അത് വസ്തുതയാണെന്നാണ് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.